തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരരെ, വെളിപാട് പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോട് കൂടെ അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. സ്നേഹമുള്ള സഹോദരരെ, സ്വർഗത്തിൽ നടന്ന വലിയൊരു യുദ്ധം, അതിൻ്റെ ഫലമായി സർപ്പവും അനുചരന്മാരും ദൂതന്മാരും പരാജിതരായി സ്വർഗത്തിൽ നിന്നും ബഹിഷ്കൃതരാകുന്നതായ ആ ഒരു വചന സംഭവം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. പുരാതന സർപ്പം എന്നെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. പുരാതന സർപ്പമെന്ന് ബൈബിളിൻ്റെ അവസാന പുസ്തകത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് ബൈബിളിൻ്റെ ആദ്യ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ആദ്യ മാതാപിതാക്കന്മാരുടെ പക്കൽ എത്തിയ ആ സർപ്പമാണ്, പുരാതന സർപ്പം. വിശുദ്ധ ഗ്രന്ഥം മുഴുവനിലും വിശുദ്ധ പോളാറാമൻ പാപ്പയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പയും ഒക്കെ അവരുടെ പ്രബോധനങ്ങളിൽ എടുത്ത് അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേജുകൾ അവസാനം പിശാചിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യം ഇടപെടൽ നമ്മൾ കാണാതെ പോകരുത്. അവനെതിരെ എങ്ങനെയാണ് നമ്മൾ പൊരുതേണ്ടത് എന്ന് ആണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും സുവിശേഷത്തിൻ്റെ പേജുകളിൽ ഈശോ നൽകുന്ന സ്വർഗീയ വെളിപ്പെടുത്തലുകൾ, ജീവിത മാതൃകയുടെ മനോഹരമായ രംഗങ്ങൾ, അവ നോക്കി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും പഠിക്കണം എങ്ങനെയാണ് ഈ പൈശാചിക ശക്തിക്കെതിരെ നമ്മൾ പൊരുതേണ്ടത് എന്ന്. ഇവിടെ നമ്മൾ വായിച്ച വചനഭാഗത്തിൽ സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന എന്നെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. സർവ്വലോകത്തെയും വഞ്ചിക്കുന്നവനാണ് സാത്താൻ. സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്നു. സാത്താൻ എന്ന് പറയുന്നത് ഈ പിശാചുക്കളുടെ രാജ്യത്തിൻ്റെ തലപ്പത്തായിരിക്കുന്ന ലൂസിഫർ ഒരു വ്യക്തിയാണ്. പിശാച് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഉൾപ്പെടെയുള്ള സകല അധപ്പതിച്ച ദൂതന്മാർ, മാലാഖമാരെ മുഴുവനും പിശാച് എന്ന വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇവരുടെ നിരന്തരമായൊരു പ്രക്രിയ വഞ്ചിക്കുക എന്നുള്ളതാണ്. വഞ്ചിച്ച് അപകടത്തിൽപ്പെടുത്തുക, നശിപ്പിക്കുക. ഹവ്വയുടെ പക്കൽ സർപ്പം എത്തുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഹവ്വയെ സർപ്പം സാത്താൻ വഞ്ചിക്കുന്നത് ദൈവത്തെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടാണ്. ദൈവം അവർക്ക് ചെയ്ത നന്മകൾ ജീവിതം നിറയെ അനുഭവിച്ചുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കൾ പറുദീസയിൽ കഴിയുന്നത്. ഒന്നിനും ഒരു കുറവുമില്ല. അങ്ങനെ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും നിരന്തരമായ സാന്നിധ്യവും ഉൽപ്പത്തി 3-8 വാക്യത്തിൽ പറയുന്നുണ്ട്. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് ഉലാത്തുവാൻ ഇറങ്ങി. അത് വാച്യാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമല്ല. അതൊരു ദൈവിക വെളിപ്പെടുത്തലാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ചരിത്ര അതീത വിവരണങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നതായ സംഭവ വിവരണങ്ങളൊക്കെ അതിനപ്പുറമുള്ള വലിയ കാര്യങ്ങളെ വെളിപ്പെടുത്താനായിട്ട് ദൈവം ഉപയോഗിക്കും ചില
ഉദാഹരണങ്ങളും വിവരണങ്ങളും കഥകളും ഒക്കെയാണ്. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് ഇല്ലാത്തവൻ ഇറങ്ങിയെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഈ ആദ്യ മാതാപിതാക്കന്മാർ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിരന്തരം എന്നോണം അനുഭവിച്ചിരുന്ന ദൈവ സാമീപ്യം, ദൈവ സാന്നിധ്യം, ദൈവമായുള്ള കമ്മ്യൂണിയൻ അതിനെയാണ് കാണിക്കുന്നത്. ഉലാത്തുവാൻ ഇറങ്ങുന്നു, വർത്താനം പറഞ്ഞ് ഒരുമിച്ച് നടക്കുന്നു, നല്ല സ്വസ്ഥമായ കൂട്ടായ്മയുടെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നിടത്ത് പോലും ഈ തമ്പുരാനെക്കുറിച്ച് ഇന്നലെ വൈകുന്നേരവും വന്ന് വർത്താനം പറഞ്ഞ് മുഖത്ത് നോക്കി കണ്ണുകൾ നോക്കി കൈക്ക് പിടിച്ച് ഇരുവശത്തും കൊച്ചുമക്കളായിട്ട് അപ്പായുടെ കൂടെ സന്തോഷമായിട്ട് നടന്ന് പിരിഞ്ഞതാണ്. ആ അപ്പായെക്കുറിച്ച് ഈ സർപ്പം വന്നിട്ട് ഹവ്വയുടെ പക്കൽ ഒരു വർത്തമാനം പറയുകയാണ്. ആ വർത്തമാനം പറയുന്നിടത്ത് വളരെ സൂത്രത്തിലാണ്. ഈ തോട്ടത്തിലെ ഒരു വർഷത്തിൻ്റെയും പഴം തിന്നരുതെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ദൈവം? ഈ സർപ്പം ആണ് സംസാരിക്കുന്നതെങ്കിലും ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിലും വെച്ച്, വന്യജീവികളിലും വെച്ച് ഏറ്റവും കൗശലമേറിയതായിരുന്നു സർപ്പം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ പാമ്പ്, സർപ്പം എന്നുള്ള ഒരു ജീവിയുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു ജീവിയുടെ സാദൃശ്യത്തിൽ വന്നിരിക്കുന്നത് വേറൊരു ജീവിയല്ല. കാരണം ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ, ഈ മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥാനം, ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അറിയുന്ന ദൈവിക രഹസ്യങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് അതിന്മേൽ തിന്മ വെച്ച് പണിയാൻ സാധിക്കുന്ന ബുദ്ധിയുള്ള ഒരു സാന്നിധ്യമാണിത്. അതുകൊണ്ടാണ് പുരാതന സർപ്പം എന്ന് പറയുമ്പോൾ ഒരു പാമ്പിൻ്റെ രൂപത്തിലാണ് വൃക്ഷത്തിൽ ഈ സാത്താൻ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും അത് വെറും പാമ്പല്ല. അതുകൊണ്ട് ഇത് വളരെ ബുദ്ധിപൂർവ്വം കൗശലത്തോടുകൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തതായ ചില നിർദ്ദേശങ്ങൾ, ഒരു വർഷത്തിൻ്റെ പഴം നിങ്ങൾ ഭക്ഷിക്കരുത്, അതിൽ നിങ്ങൾ മരിക്കും. ആ ഒരു നിർദ്ദേശവും ഈ സർപ്പത്തിന് അറിയാം. അതിന്മേലാണ് ഈ സർപ്പം ഇവിടെ പണിയുന്നത്. അങ്ങനെ ഹവ്വയെ കൊണ്ട് അതിൻ്റെ കാര്യം സംസാരിപ്പിച്ചതിന് ശേഷം ഈ സർപ്പം അവിടെ ഒരു ചെറിയൊരു കാര്യം മാറ്റി പറയുകയാണ്. പാമ്പ് സ്ത്രീയോട് പറഞ്ഞു, 4-ാം വാക്യം, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് മൃദുവായിട്ട് സൗഹൃദ ഭാവേന സംസാരിക്കുമ്പം യഥാർത്ഥത്തിൽ സർപ്പം ചെയ്യുന്നത് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. ദൈവം നിങ്ങളുടെ കൂടെ എന്നും വരുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം ചെയ്തു തന്നിരിക്കുന്നു, പറുദീസ ഒരുക്കിയിരിക്കുന്നു, എല്ലാം ഭംഗിയായിട്ട് സ്നേഹം കാണിച്ച് നടക്കുന്നു. പക്ഷേ അങ്ങേര് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ, വിചാരിക്കുന്നവരെ കരുതുന്ന പോലെ അത്ര നന്മയൊന്നുമല്ല, അത്ര നിങ്ങളോട് സ്നേഹവും ആത്മാർത്ഥമൊന്നുമല്ല കാണിക്കുന്നത്. നിങ്ങളോട് കഴിക്കരുതെന്ന് പറഞ്ഞ ആ ഒരു വൃക്ഷത്തിൻ്റെ പഴമുണ്ടല്ലോ, അത് നിങ്ങൾ യഥാർത്ഥത്തിൽ പറിച്ച് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അത് ദൈവത്തിന് അറിയാം. അപ്പോൾ സർപ്പം അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന് ഇത് അറിയാമായിരിക്കെ അത്ര വലിയ അനുഗ്രഹം ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ അത് മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ കപടമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ദൈവം നിങ്ങളുടെ നുണയാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് അഭിനയിക്കുന്നതാണ്. അവിടെ ദൈവത്തിൻ്റെ ഈ കാണുന്ന സ്നേഹവും ഈ കരുതലും നന്മയും ഒന്നും ശരിക്കുള്ളതല്ല, ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് സർപ്പം സംസാരിക്കുന്നു. ഇത് നുണയാണ്, നമുക്കറിയാം. അതുകൊണ്ടാണ് ഈശോ പിന്നീട് യോഹന്നാൻ 8:44 നമ്മൾ വായിക്കുന്നത്, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. സർപ്പം, പിശാച് നുണയും സത്യവും ഒരുപോലെ പറയും. സത്യത്തിൻ്റെ കാര്യങ്ങളും അവൻ പറയും. കുറേ കാര്യം സത്യം പറയും, കുറേ കാര്യം നുണ പറയും. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ ശുശ്രൂഷയ്ക്കിടയിൽ ഈശോ കണ്ടുമുട്ടേണ്ടി വരുന്ന അശുദ്ധാത്മാക്കൾ ബഹിഷ്കരിക്കപ്പെടുന്ന അവസരത്തിൽ അവർ പലരും വിളിച്ചു പറയുന്നുണ്ട്, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഈശോ പറയും, മിണ്ടിപ്പോകരുത്, കാരണം അവർ പറയുന്നത് സത്യമാണ്. പിശാചുക്കൾ സത്യവും പറയും, ഒപ്പം നുണയും പറയും, രണ്ടും ഒരുപോലെ മിക്സ് ചെയ്യും. അത് നമ്മളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദൈവത്തെ പോലും പഴി പറഞ്ഞുകൊണ്ടാണ് സർപ്പം വഞ്ചനയുടെ അവൻ്റെ ആ ഒരു സംരംഭം അല്ല ചരിത്രം ആരംഭിക്കുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അപ്പുറത്ത് വായിച്ചത് വെളിപാട് 12 സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന, സർവ്വലോകത്തെയും തമ്പുരാനെ പറ്റി പോലും കുറ്റം പറഞ്ഞ്, നുണയായിട്ട് കുറ്റം പറഞ്ഞ് ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ചു. ഹവ്വ അത് കേട്ടപ്പോൾ വിശ്വസിച്ചു പോയി. നമ്മൾ ഓർക്കണം, ഇതൊരു ഒരു അസാധാരണ സാഹചര്യമാണ്. ഒരു വല്ലാത്ത ജീവിത ക്ലേശങ്ങളുടെ ഞെരുക്കത്തിൽ, നിസ്സഹായതയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ പക്കൽ സാത്താൻ ഏതെങ്കിലും രൂപത്തിലെത്തിയിട്ട്, നിങ്ങൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ,
ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും സാമ്പത്തിക തകർച്ച, കടബാധ്യത, രോഗങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങൾ, അങ്ങനെ ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത അവസ്ഥ, ജീവിത പങ്കാളിയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, മക്കളിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഞെരുങ്ങുന്ന ഒരു ഹവയെപ്പോൾ ഒരു സ്ത്രീയുടെ പക്കൽ പിശാച് ഏതെങ്കിലും രൂപത്തിൽ വന്നിച്ചിട്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, എന്തോ ഒരു ക്ലേശമാണ്, നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എവിടെ ദൈവം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ക്ലേശം അനുഭവിക്കുമോ, ഇത്രയും പ്രാർത്ഥിച്ച് ദൈവം കേൾക്കാതിരിക്കുമോ, നിങ്ങൾ വേറെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വർത്തമാനം പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സഹോദരിക്ക് അത് ശരിയാന്ന് തോന്നിയെന്ന് വരും, കാരണം ഈ ഞെരുക്കം അതുപോലെ ഉള്ളത് കൊണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും നിറവിലാണ് അവർ കഴിയുന്നത്. ഒരു സഹനവും ഞെരുക്കം അവർ അനുഭവിക്കുന്നേ ഇല്ല. എന്നിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും നന്മ ഇതുപോലെ അനുഭവിക്കുന്ന ഈ ഹവയുടെ പക്കൽ പോലും ആ തമ്പുരാനെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൽ സാത്താൻ വിജയിച്ചു. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെയൊക്കെ പക്കൽ സാത്താൻ പല രീതിയിൽ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ സർപ്പത്തിലൂടെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ പക്കൽ പല വ്യക്തികളിലൂടെ സംസാരിക്കും. നമ്മൾ കേൾക്കുന്ന പല കമൻറ്റുകളിലും സംസാരിക്കും. ആര് വഴി എങ്ങനെ വഴി സംസാരം നമ്മുടെ പക്കലേക്ക് സാത്താൻ്റെത് വന്നാലും ഒരു കാര്യം അവിടെ ഈ കോണ്ടക്സ്റ്റിൽ ഉറപ്പാണ്, ആരെയെങ്കിലും പഴി പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ സംസാരിക്കുക, പഴി പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് വെളിപാട് 12 നമ്മൾ കണ്ടു, രാപകൽ നമ്മുടെ സഹോദരങ്ങളെ ദുഷിക്കുകയും ദൈവസമക്ഷം പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. പിശാച് എപ്പോഴും പഴി പറയുന്നവനാ, കുറ്റം പറയുന്നവനാ. കുറ്റം അവരിഷ്ടപ്പെട്ട കാര്യമാണ്. ശവം എവിടെയോ കഴുകൻ അവിടെ, പാപം എവിടെയോ അഴുക്കെവിടെ അവൻ അവിടെ. ഇല്ലാത്തടത്ത് പോലും അഴുക്ക് ഉണ്ടെന്ന് ഭാവിച്ച് കണ്ടുപിടിച്ച് നുണ പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ട് അങ്ങനെ കുറ്റത്തിൻ്റെ ലോകം ഉണ്ടാക്കിയെടുക്കാൻ വിരുത് കാണിക്കുന്നവനാണ്. നമ്മൾ ഈ സെഷനിൽ, നമ്മൾ ഈ നാളുകളിൽ, ഈ വേദിയിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ അനുഭവങ്ങളെ, ഓർമ്മകളെ, അല്ലെങ്കിൽ വീഴ്ചകളെ, സാന്നിധ്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഏത് മനോഭാവത്തിലാണ് ദൈവം അതിനെ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു ചിന്ത നമ്മൾ എടുക്കുകയായിരുന്നല്ലോ. പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറുന്ന നിരവധിയായ അവസരങ്ങളുണ്ട്. പക്ഷെ ദൈവം ഒരിക്കലും നമ്മുടെ പാപങ്ങളിലേക്ക് നോക്കിയിട്ട് അത് ചകഞ്ഞ് അല്ല അതിൽ കുറ്റം നമ്മൾ ആരോപിച്ച് അങ്ങനെ നമ്മളെ അകറ്റി വെക്കുന്ന ശൈലി ദൈവത്തിന് ഇല്ല. തോർത്തപുത്രൻ്റെ ഉപമയിൽ മകൻ തിരിച്ചു വരുന്ന രംഗം ഈശോ അവതരിപ്പിക്കുമ്പോൾ പിതാവ് ഈ സ്വർഗസ്വനായ പിതാവിൻ്റെ സ്ഥാനത്താണ്, പിതാവിനെയാണ്, ദൈവത്തെയാണ് ഈശോയുടെ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം. ആ പിതാവിൻ്റെ ശൈലി ഒരിക്കലും ഈ മകനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുക എന്നുള്ളതല്ല. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ, സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പിശാചിൻ്റെ വഞ്ചന വഴി മനുഷ്യർക്ക് വന്ന ഒരു അബദ്ധ ധാരണയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 399 ഖണ്ഡികയിൽ മനുഷ്യൻ്റെ ആദ്യ പാപം വഴി ഉണ്ടായ വൈകല്യങ്ങൾ, അല്ലെങ്കിൽ ദുരന്തങ്ങൾ, ദൗർഭാഗ്യ അവസ്ഥകൾ, അതേപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഈ വേദപാഠ പുസ്തകത്തിൽ ഇങ്ങനെ സഭ പഠിപ്പിക്കുകയാണ്. 399 ഖണ്ഡികയിൽ ആദ്യത്തെ ഈ അനുസരണമില്ലായ്മയുടെ ദുരന്ത ഫലങ്ങളെ വിശുദ്ധ ലിഖിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദത്തിനും ഹൗവയ്ക്കും അവരുടെ ഉത്ഭവ വിശുദ്ധിയുടെ കൃപാവരം തൽക്ഷണം നഷ്ടമാകുന്നു. അവർ ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവത്തെപ്പറ്റി വികലമായ ഒരു ധാരണ, തൻ്റെ പ്രത്യേക അവകാശ അധികാരങ്ങളെ പ്രതി അസൂയാലുവായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ധാരണ അവർ മനസ്സിൽ രൂപീകരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പാപം വഴിയായിട്ട് മനുഷ്യർ നഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത, ആശയം നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ വികലമായൊരു ധാരണ ദൈവത്തെക്കുറിച്ച് ഉണ്ടായിപ്പോയി. നമ്മൾ വേദി നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങൾ പലപ്പോഴും യഥാർത്ഥമായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്ന കുറ്റബോധങ്ങൾ, ഭയങ്ങൾ, ഉത്കണ്ഠകൾ, നമുക്ക് ലഭിച്ചിട്ട് മറ്റു പല ദുരനുഭവങ്ങൾ, അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ദൈവം ഇങ്ങനെ ആയിരിക്കും എന്നൊരു ധാരണ നമ്മിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം വേരായിട്ട് ഇവിടെ ഈ മതബോധന ഗ്രന്ഥത്തിലൂടെ സഭ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യമുണ്ട്, അത് പിശാച് നമ്മിലേക്ക് കുത്തിവെച്ച് തന്ന ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷമാണ്. ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ധാരണ, അസൂയാലുമായൊരു ദൈവം, ശിക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ദൈവം, തൻ്റെ പ്രത്യേക അവകാശ അധികാരങ്ങളെ പ്രതി ഇങ്ങനെ കാർക്കശ്യം പുലർത്തുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവമാണ് ഈ ദൈവം എന്നുള്ള ഒരു ധാരണ ആ സാത്താൻ ഇട്ട് തന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ
ഉൽപ്പത്തി 3 നമ്മൾ ഈ പാപമുണ്ടായി കഴിയുമ്പോൾ 8-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് അന്ന് വെയിലാറിയപ്പോൾ നടക്കുവാനായിട്ട് ഇറങ്ങി. തോട്ടത്തിൽ ഓലാത്തിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അങ്ങനെ പെരുമാറ്റത്തിലേക്ക് ഇവർ പോകാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പരുഷമായ, വേദനിപ്പിക്കുന്ന, കാർക്കശ്യത്തിൻ്റെതായ, ശിക്ഷണത്തിൻ്റെതോ കോപത്തിൻ്റെതായ ഒരു പെരുമാറ്റം ഉണ്ടായതുകൊണ്ടല്ല. ദൈവം അങ്ങനെ പെരുമാറിയിട്ടേയില്ല. ഒരിക്കൽ പോലും ഇവരുടെ പാപത്തെക്കുറിച്ച് ദൈവം കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എന്നിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുമ്പോഴേ ഇവർ ഒളിക്കുകയാണ്. മാറി ഉടനെ തമ്പുരാൻ വിളിക്കുകയാണ്, നീ എവിടെയാണ്? അപ്പോൾ തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. എനിക്ക് അങ്ങയുടെ പക്കലേക്ക് വരാൻ ഭയമാണ്. അവിടെ ഞാൻ ഒളിച്ചിരിക്കുകയാണ്. എനിക്ക് എന്നെപ്പറ്റി തന്നെ ലജ്ജയാണ്. നഗ്നതയെപ്പറ്റിയുള്ള അസ്വസ്ഥത പറയുകയാണ്. എനിക്ക് സ്വയം ലജ്ജയാണ്. എനിക്ക് അങ്ങയുടെ പക്കലേക്ക് വരാൻ ഭയമാണ്. ഇതാണ് സഭയുടെ പദവത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചന ഭാഗത്ത് സഭ പഠിപ്പിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. അത് സാത്താൻ കടത്തിവിടുന്നതാണ്. കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ നമുക്കെല്ലാം ഭയമുണ്ടാകും. കുറ്റത്തിൽ നമ്മൾ പെടുകയാണ്, കുറ്റത്തിൽ പെടുത്തുക. അപ്പോൾ നമ്മളെ അത് ഭയപ്പെടുത്തി വല്ലാണ്ടാക്കി കളയുന്ന ഒരു പെരുമാറ്റമാണ്. അത് പിശാചിൻ്റെ ശൈലിയാണ്. നമ്മൾ ഈ വേദിയിൽ നേരത്തെ ഒരിക്കൽ ഞാൻ നമ്മുടെ വിശുദ്ധ എപ്രാസ്യാമ്മ പങ്കുവെക്കുന്ന ഒരനുഭവം ഇവിടെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. 18-ാമത്തെ കത്തിൽ എപ്രാസ്യാമ്മ പങ്കുവെക്കുന്ന അനുഭവം ഞാനത് ഈ വേദിയിൽ പ്രസക്തമായതുകൊണ്ട് ഒന്നുകൂടെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് സത്യപ്പെടുത്തുകയാണ്. ആത്മീയ പിതാവായ ജോൺ മേനാച്ചേരി ബിഷപ്പിൻ്റെ പക്കൽ എപ്രാസ്യാമ്മ സ്വന്തം കൈപ്പടൽ എഴുതിയ 79 കത്തുകളാണല്ലോ എപ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ എന്നുള്ള പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. എപ്രാസ്യാമ്മയുടെ ആത്മീയ അനുഭവങ്ങൾ ഒത്തിരി ഈ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അത് മനോഹരമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് ആത്മീയ അനുഭവങ്ങളുമായിട്ട് ജീവിച്ച ആ വിശുദ്ധമായ സഹോദരി ആത്മീയ പിതാവ് ആവശ്യപ്പെട്ട അനുസരണത്തിന് കീഴ് കുമ്പസാര തലത്തിൽ പങ്കുവെക്കുന്ന ആത്മീയ ജീവിത രഹസ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു പുസ്തകം വാങ്ങിച്ച് കയ്യിൽ സ്വന്തമായിട്ട് സൂക്ഷിച്ച് വായിച്ച് അറിയേണ്ട ഒരുപാട് ദൈവിക വെളിപ്പെടുത്തൽ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇതിൻ്റെ 18-ാമത്തെ കത്തിൽ പിതാവിൻ്റെ പക്കൽ എപ്രാസ്യാമ്മ ഇങ്ങനെ എഴുതുകയാണ്. എൻ്റെ പിതാവേ, വലിയ ദുഃഖത്തിൻ്റെയും വ്യാകുലത്തിൻ്റെയും ഈ ദിവസങ്ങളിൽ, അത് വലിയ നോയമ്പിൻ്റെ വലിയ ആഴ്ച ദിവസങ്ങളാണ്, ഒരു വിചാരം കൂടെ എന്നെ അത്യന്തം വ്യസനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. ആയത് സ്നേഹപിതാവിനോട് പറഞ്ഞ് കുമ്പസാരിച്ചൊരു ദോഷത്തിൻ്റെ ഓർമ്മയാകുന്നു. എൻ്റെ കൊച്ചു സഹോദരി വേഗം മരിക്കുന്നതിന് ആഗ്രഹിക്കുകയും അപേക്ഷിക്കുകയും ചെയ്ത് ഒരു ദോഷമാകുമെന്ന യാതൊരു വിചാരം പോലും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ പഠനമില്ലായ്മയാലും ദീനക്കാരത്തി ആയിരുന്നുകൊണ്ടും ബഹുമാനപ്പെട്ട അമ്മമാർ എന്നെ വേണ്ട, എനിക്ക് പകരം ഈ കൊച്ചിനെ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് മഠത്തിൽ നിന്ന് എന്നെ വിടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ പാവപ്പെട്ട എൻ്റെ ഹൃദയം സഹിക്കരുതാത്ത ദുഃഖം അനുഭവിച്ചിരുന്നു. പ്രാസ്യാമ്മ എഴുതുന്നത് അവർ വീട്ടിലായിരുന്നപ്പോൾ മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രാസ്യാമ്മ അടുത്ത് വിടില്ല എന്ന് അപ്പം പറഞ്ഞു. മൂത്ത മകളാണ്, അവളെ ആഘോഷമായിട്ട് പ്രതാപത്തോടെ കെട്ടിച്ചു വിടും. അനിയത്തി വേണേൽ മടത്തി പൊക്കോട്ടെ, ഇവക്ക് ആരോഗ്യത്തിൻ്റെ വിഷയമുണ്ട്. പക്ഷേ പ്രാസ്യാമ്മ 9 വയസ്സുള്ളപ്പോൾ തന്നെ ഈശോയ്ക്ക് സ്വയം സമർപ്പിച്ച് കന്യാസ്ത്രീയാകാൻ വേണ്ടി അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ തന്നെ വിടില്ലെന്ന് കേട്ട വല്ലാത്ത ദുഃഖമായി. സിസ്റ്റേഴ്സ് അമ്മമാർ വരുമ്പോഴേക്കും അനിയത്തെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോഴേക്കും എപ്രാസ്യാമ്മ തമ്പുരാൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പരിശുദ്ധ അമ്മ ഇതിനൊരു വഴി ഉണ്ടാക്കി തരണമെന്നും എന്നെ കൈവിടല്ല എന്നും മറ്റും അപേക്ഷിക്കുന്നവർ കൂടെ തന്നെ കടശി ഈ കുഞ്ഞിനെ നീ മരിപ്പിക്കണമെന്നും അപേക്ഷിച്ചു. ഏറെ താമസം എൻ്റെ കൂടപ്പുറപ്പ് മരിക്കുകയും ചെയ്തു. മഠത്തിൽ കൊടുവാനുള്ള ഏക ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പിതാവ് എന്തുകൊണ്ട് എന്നെ ഈ സമയത്ത് ഇത്ര കലക്കുന്നതും തിരിയുന്നില്ല. ഇത് പണ്ടത്തെ സംഭവമാണ്. അതെല്ലാം പറഞ്ഞ് കുമ്പസാരിച്ചു പോയ കാര്യമാണ്. കുമ്പസാരിക്കാനുള്ള ഒന്നുമില്ല. എപ്രാസ്യാമ്മ കൊച്ചു പ്രായത്തിൽ മഠത്തിൽ പോകാനുള്ള ആഗ്രഹത്തിൽ ഈ കൊച്ചു ഇളയ അനിയത്തി മരിച്ചിട്ടാണേലും വേണ്ടി എനിക്ക് മഠത്തിൽ പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം ആ പ്രാർത്ഥന ദൈവം അതേപടി എടുത്ത് ആ കൊച്ചിനെ മരിപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യമാണ്. ദൈവം നമ്മുടെ പൊട്ട പ്രാർത്ഥനകൾക്ക് അതേപടി ഉത്തരം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് തരുന്ന ആളാണ് എന്ന് ചിന്തിക്കുന്നത് യുക്തിഭദ്രമായ ചിന്തയല്ല. നമുക്കറിയാം ആ കുഞ്ഞ് മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്, എപ്രാസ്യാമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് തമ്മിലുള്ളൊരു ബന്ധം എപ്രാസ്യാമ്മയുടെ മനസ്സിൽ അനുഭവപ്പെട്ടു, സ്വാഭാവികമാണ്. അപ്പോൾ അത് എപ്രാസ്യാമ്മ കുമ്പസാരത്തിൽ പറഞ്ഞിട്ട് വേണമെങ്കിൽ സംഭവം നടന്ന കാര്യം.
പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം 10-28 വയസ്സുണ്ട് ഇപ്രാവശ്യം കത്ത് എഴുതുമ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലിങ്ങനെ കൂടെ വരികയാണ്. എന്ന് മാത്രമല്ല ഇപ്രാവശ്യം എഴുതുക, എൻ്റെ മനസ്സിൽ ചിന്ത ഇതാണ്: എൻ്റെ ബോധത്തിൽ തോന്നുന്ന ന്യായവാദങ്ങൾ ഈ തരത്തിലാകുന്നു. അത് പിശാചിൻ്റെ സ്വരമാണ്, ന്യായവാദം. പിശാച് എപ്രാസ്യമോട് സംസാരിക്കാൻ നോക്കുകയാണ്. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തേ നിൻ്റെ കൂടപ്പിറപ്പ് മരിക്കുന്നതിന് അപേക്ഷിച്ചു? നിന്റെ ദൈവത്തിൻ്റെ ചോരയുടെ വില ആ കൂടപ്പിറപ്പിനും ഇല്ലേ? പിന്നെ എന്തേ നീ കൊന്നു? നിനക്ക് എങ്ങനെ രക്ഷയുണ്ടാകും? ഇതാണ് കൂടെ മനസ്സിൽ വരുന്ന ചിന്ത. ഇങ്ങനെയുള്ള വിചാരം ഇടപെടാതെ വരുന്നുണ്ട്. അത് പിന്നീട് കുർബാന സ്വീകരണം കഴിഞ്ഞ് നിൽക്കുന്ന അവസരത്തിൽ ചിന്ത വന്നപ്പം എപ്രാസം നല്ല ചുട്ട മറുപടി കൊടുത്ത് സാത്താനെ ഓടിക്കുന്നതായിട്ട് തുറന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ആ കൊച്ചു മരിച്ചവനോട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ആണത് ഞാനത് കുമ്പസാരിച്ച കാര്യമാണ്. എൻ്റെ കർത്താവിൻ്റെ തിരിച്ചവരുടെ ഒരു തുള്ളി മതി ആ പാപം മുഴുവൻ, പാപം ഉണ്ടെങ്കിൽ തന്നെ അത് മുഴുവൻ തൂത്ത് മായിച്ച് കളയാൻ. അവിടെ തമ്പുരാനെ ചേർത്ത് പിടിച്ചെന്ന് എനിക്കറിയാം എന്ന് നല്ല കരുത്തോടുകൂടി സാത്താനോട് പറഞ്ഞിട്ട് എബ്രാസ്യ പറയുന്നുണ്ട്, നിങ്ങളും പണ്ടെങ്ങാണ്ട് പാപം ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ വേണേൽ പോയി കുമ്പസാരിച്ച് നോക്ക്, ദൈവം നിങ്ങൾ ക്ഷമിച്ചേക്കുമായിരിക്കും, പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിപ്പായിച്ചു. പിന്നെ ആ സ്വരം കേട്ടില്ല എന്ന് പറയുകയാണ്. ഇവിടെ നമ്മുടെ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്: എബ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ കൊച്ചുനാളിൽ മനസ്സറിവും തിന്മയൊന്നും ഇല്ലാതെ നടത്തിയൊരു പ്രാർത്ഥന, നിഷ്കളങ്കമായൊരു ദൈവസ്നേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ഇളയ കൊച്ചു മരിക്കാനിട വന്ന സംഭവ ചിന്ത, അതിനെ സാത്താൻ കുത്തിപ്പൊക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും പിശാച് അതിനെ കുത്തിപ്പൊക്കിയിട്ട് പഴിക്കുകയാണ്. നീ കണ്ടില്ലേ, നീ അങ്ങനെ ചെയ്തിട്ടാണ് ആ കൊച്ചു മരിച്ചത്, നീ എന്തിനാ പിന്നെ കന്യാസ്ത്രീ പറഞ്ഞുകൊണ്ട് ഈ വിശ്വത്തെ പുണ്യാളത്തെ പറഞ്ഞ് മടത്ത് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇത് പിശാചിൻ്റെ സ്വരമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏത് പാപത്തെക്കുറിച്ചാകട്ടെ കുറ്റപ്പെടുത്തലിൻ്റെ സ്വരം നമുക്ക് കേൾക്കണ്ട. ഏത് പാപത്തെക്കുറിച്ചാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുകയാണ്, അവിടുന്ന് ബോധ്യപ്പെടുത്തുകയുള്ളൂ. നമ്മുടെ വേദിയിൽ അടുത്തയാൾ ചിന്തിച്ചിട്ടുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മളെ സംസാരിപ്പിക്കുക, ഓർപ്പിച്ചു തരും. കുറ്റപ്പെടുത്തുകയല്ല, ബോധ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികളും പരിശുദ്ധാത്മാവും ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏത് വീഴ്ചയുടെ പാപത്തിൻ്റെ അനുഭവമാകട്ടെ, നമ്മൾ പറയുന്നത് എത്ര നമ്മൾ കുമ്പസാരിച്ചാൽ പോലും നമ്മളൊരു കാര്യം മറക്കരുത്: നമ്മുടെ ഓർമ്മയിൽ നമ്മൾ കുമ്പസാരിച്ച സകല പാപങ്ങളുടെയും ആ ഒരു രേഖപ്പെടുത്തപ്പെട്ട അവസ്ഥ കിടപ്പുണ്ട് മെമ്മറി സെല്ലിൽ. നമുക്കൊരു മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആണെങ്കിൽ ഒരു കാര്യം വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇത് ദൈവം സൃഷ്ടിച്ച മാസ്റ്റർ കമ്പ്യൂട്ടർ നമ്മുടെ ശരീരം, ഈ സിസ്റ്റം, ഇതിൻ്റെ ചെറിയ ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പുകൾ മാത്രമാണ് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ മാസ്റ്റർ കമ്പ്യൂട്ടർ ദൈവം ഡിലീറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ വെച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ബുദ്ധിയിൽ ഓർമ്മ സെല്ലിൽ മെമ്മറി സെല്ലിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രായം ചെന്ന് അല്ലെങ്കിൽ രോഗം വന്ന മെമ്മറി സെല്ല് നശിച്ചാലല്ലാതെ ഒരു ഓർമ്മ മാഞ്ഞു പോകില്ല. അതുകൊണ്ട് നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞ പാപം പോലും മെമ്മറി സെല്ലിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഓർമ്മ കിടക്കുന്നത് ദൈവം ക്ഷമിക്കാത്തത് കൊണ്ടാണ് ചിന്ത എടുക്കരുത്. ആ ഓർമ്മ നമ്മൾ ഇനി ദൈവത്തിന് നന്ദി പറയാനും അവിടുത്തെ സ്നേഹിക്കാനുള്ള ഓർമ്മയായിട്ട് മാറ്റണം. നമ്മുടെ വേദി നേരത്തെ ചിന്തിച്ചതുപോലെ പത്രോസ് 3 തള്ളിപ്പറഞ്ഞെങ്കിൽ ഈശോ 3 പ്രാവശ്യം പത്രോസ് സ്നേഹമായിട്ട് പറയിപ്പിക്കുകയാണ്. ആ തള്ളിപ്പറച്ചിലിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയെ ഈശോ ക്ഷമിച്ചു, പത്രോസ് അനുദപിച്ചു. ആ ഓർമ്മ അവിടെയുണ്ട്. അതിനെ ഈശോ സ്നേഹമേറ്റു പറയാനുള്ള ഓർമ്മയായിട്ട് മാറ്റുകയാണ്. പാപിനിയായ സ്ത്രീ ലൂക്കാ 7 ഈശോയുടെ പാദം ചുംബിച്ചുകൊണ്ടേ കിടക്കുകയാണ്. ഈശോ അതിനെ ശ്ലാഘിക്കുന്നുണ്ട്. ആരോട് അധികം ശ്രമിച്ചുവോ അവരധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവൾ സ്നേഹിക്കട്ടെ. അപ്പോൾ നമ്മളോട് ദൈവം ഒത്തിരി ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി പാപത്തിൽപ്പെട്ട ആളാണ് ഞാൻ എങ്കിൽ, ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതിന്, ബുദ്ധിയിൽ കിടക്കുന്നതിനെ സാത്താൻ കുത്തിപ്പൊക്കിയിട്ട് നമുക്കെതിരെ പഴിക്കലിൻ്റെ ശബ്ദമിട്ട് നമ്മളെ ഞെരുക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ഓർമ്മകളെ മുഴുവനും തമ്പുരാനെ അറിഞ്ഞ് സ്നേഹിക്കാൻ, സ്തുതിക്കാനുള്ള ഓർമ്മയാക്കി മനഃപൂർവ്വം മാറ്റണം. ഇത് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണ്. അനുതാപത്തിൻ്റെ പ്രാർത്ഥന ഏറ്റുപറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി. ഇനി ആ ഓർമ്മകൾ ദൈവത്തിന് നന്ദി സ്തുതിയും പറയും. എന്തിനാണ് നന്ദി സ്തുതിയും പറയുന്നത്? ഇത്ര കെട്ട പാപത്തിൽ ഞാൻ പെട്ടിട്ടും എൻ്റെ ഈശോയെ അങ്ങോട്ട് തിരിച്ചറിയാതെ കഴുകിയല്ലോ, എന്നെ ചേർത്ത് പിടിച്ചല്ലോ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. ഞാൻ അങ്ങേ ഒത്തിരി സ്നേഹിക്കട്ടെ. പത്രോസിനെ പോലെ ഞാനും പറയുന്നു, എല്ലാറ്റിലും ഉപരി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഈ ഓർമ്മ എപ്പോഴൊക്കെ മനസ്സിൽ പൊങ്ങി വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞ് ഏറ്റു പറയണം, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അവിടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി സ്തുതി. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ സാത്താൻ അവിടെ പിടുത്തം കിട്ടാതെ വരും. അല്ലെങ്കിൽ അവൻ്റെ ഈ കുറ്റപ്പെടുത്തുന്ന സാന്നിധ്യം സ്വരം നമ്മളെ ഞെരുക്കാൻ തുടങ്ങും. ഒരു പാവവും അഴുക്കും ഇല്ലാത്തടത്ത് പോലും നമ്മൾ വാടിയും കോടിയും വല്ലാത്ത അവസ്ഥയിലോട്ട് പോകാൻ ഇടവരും. നമുക്കൊരു നിമിഷം തിരുസന്നിധി നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനയിൽ ഉയർത്താം.
സ്നേഹനാഥനായ ഈശോയെ, പിതാവായ ദൈവത്തിൻ്റെ യഥാർത്ഥ ശൈലി അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നല്ലോ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ തെറ്റിദ്ധരിച്ച് ദൈവത്തെക്കുറിച്ചുള്ള വികലമായൊരു ധാരണ, ഭയം നിറഞ്ഞൊരു ധാരണ സാത്താൻ ആദ്യ മാതാപിതാക്കളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തത് സഭയുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അത് പിതാക്കന്മാർ അടിവരയിട്ട് കാണിക്കുന്നല്ലോ. അത് എത്രയോ വാസ്തവമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആദ്യ മാതാപിതാക്കളുടെ ഭയന്ന് മാറിയതുപോലെ ഈശോയെ, ഞങ്ങളും പാപത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ, അനുഭവം ഉണ്ടാകുമ്പോൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മോചനം പ്രാപിച്ചതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ദൈവത്തോടൊരു അകൽച്ച അനുഭവപ്പെടുന്നു. അതങ്ങ് അനുവദിച്ചിട്ടുള്ളതല്ല, വെളിപ്പെടുത്തിയിട്ടുള്ളതല്ല. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ നിരക്കുള്ള എന്തെങ്കിലും അകൽച്ചയുടെ, കുറ്റപ്പെടുത്തലിൻ്റെ, കോപത്തിൻ്റെ മനോഭാവ ഫലമായിട്ടുള്ളതല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈശോ, ഞങ്ങൾ നന്ദി പറയുന്നു. എത്ര വലിയ പാപത്തിൽ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിലും ഇനി മേലാൽ അവയുടെ ഓർമ്മകൾ തമ്പുരാൻ്റെ വലിയ കാരുണ്യത്തെക്കുറിച്ചുള്ള ഓർമ്മയാക്കി മാറ്റി, പാപിനിയായ സ്ത്രീ ചുംബിക്കുന്നതിനും വിരമിച്ചില്ല എന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവിൻ്റെ പക്കലേക്ക് വന്ന് പത്രോസിനെ കൊണ്ട് ഈശോ അങ്ങ് സ്നേഹമേറ്റ് പറയിപ്പിച്ച പോലെ സ്നേഹമേറ്റ് പറഞ്ഞ് തമ്പുരാൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടാനും ആ കാരുണ്യത്തെ ആഘോഷിക്കുവാനുള്ള ഓർമ്മയാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ പകൽ നമ്മുടെ സഹോദരങ്ങളെ ദൈവസമക്ഷം പോലും പഴി പറയുന്ന പിശാചിൻ്റെ സകലവിധ ഓതലുകളും ശബ്ദങ്ങളും ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്നും ദൂരെ മാറിപ്പോകാൻ ഇടവരികയും ചെയ്യട്ടെ. കർത്താവായ ഈശോയെ, പരിശുദ്ധ കത്തോലിക്ക സഭയിലെ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേകം അധികാരം അനുസരിച്ച് പലാരൂപത്തിൻ്റെ വാഗമൺ മൗണ്ടനുഭ ധ്യാനകേന്ദ്രത്തിൽ നിയമനാധികാരം അനുസരിച്ചും എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരമുയർത്തി ഈ ദാസൻ ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിനുള്ളു തുറന്ന് കാതോർത്ത് ശിശുഭാവത്തിൽ അവയെ സ്വീകരിച്ച് പിശാചിൻ്റെ കുറ്റപ്പെടുത്തുന്ന ശബ്ദത്തിനെതിരെ ഉള്ളു കൊട്ടിയടച്ച് വലിയ വീഴ്ചകളും പാപങ്ങളും ഒക്കെ ക്ഷമിച്ച് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിലേക്ക് തങ്ങൾ തന്നെ ഒരിക്കൽ കൂടി ചേർത്ത് വെച്ച് ആ സ്നേഹത്തെയും കാരുണ്യത്തെയും ആഘോഷിക്കാനായിട്ടുള്ള വെളിച്ചവും പ്രചോദനവും സ്വീകരിച്ചുകൊണ്ടായിരിക്കുന്ന മക്കളുടെ മേൽ അതിനുള്ള കൃപ സമൃദ്ധമായി ഈ ആശീർവാദത്തിലൂടെ ചൊരിയപ്പെടട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.